അപ്പോൾ അത് കാട്ടാളിൻ്റെ വണ്ടിയിൽ സെറ്റ് ചെയ്യാനുള്ള എഞ്ചിനൊക്കെ അതേ ഒരു ട്രക്കൊക്കെ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാട്ടെ എഞ്ചിന് ഒരു ഓർഗാനിക് സ്റ്റാർട്ടപ്പ് ഉണ്ട് ഇവിടെ സിക്കിമിനകത്ത് തന്നെ. സിക്കിമിനകത്ത് ഓൾമോസ്റ്റ് 6 years ആയി ഇവിടെ സിക്കിം. പക്ഷേ ഇവരോട് വന്ന് വർത്താനം പറഞ്ഞത് ഇവരും മലയാളികൾ. അപ്പം പേര് അപ്പോൾ ഇവരോട് ഒരു റഷ്യയിൽ നിന്ന് വന്ന ഒരാൾ കൂടെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞാൽ പുള്ളി ഇപ്പോൾ സൈക്കിളിലോട്ട് മേളിലോട്ട് പോയി. പുള്ളി സാധാ സൈക്കിളല്ലേ ഏട്ടെ? സോ വാട്ട്സ് യുവർ നെയിം? Bava. So where are you from? Russia. So he also started from Kerala. കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു. സൈക്കിൾ കേരളത്തിൽ വാങ്ങിയിട്ട് കേരള, കർണാടക, ഗോവ. Okay, so you bought the cycle from Kerala. അവിടുന്ന് സൈക്കിൾ ആയിട്ടാണ് വന്നേക്കുന്നത്. अब तो कितना डेज हो गया? मेरा 6 months हो गया. 6 months. कितना डेज हो गया? आज मुझे 668 डेज हो गए मेरे जर्नी को. ഈ മനുഷ്യനാണ് നമ്മുടെ അവിടുത്തെ മാലിക്കാണ്. ഇങ്ങേര് നമുക്കിന്ന് ഫുള്ള് ഫുഡ് ഇന്നത്തെ ചിക്കൻ എല്ലാം സ്പോൺസർ ചെയ്യുന്നു. 10 പൈസ. അപ്പോൾ നമ്മൾ തിരിച്ച് മങ്കാൻ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ബ്ലോക്ക് കിട്ടിയില്ലേ? ചെക്ക് പോസ്റ്റ് കാര്യമ്പോൾ നമ്മൾ വണ്ടി എടുത്തെങ്കിൽ ആ പെർമിറ്റ് നമ്മൾ 8-ാം തീയതി തീർന്നാണ്. 3 ദിവസമായി. പക്ഷെ നമ്മളോട് ഒരു കുഴപ്പമില്ല, പൊക്കോളം പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ വണ്ടി കണ്ടുകൊണ്ട് കുറച്ച് ആൾക്കാരെ കണ്ടുപോയി. ഞങ്ങൾ വണ്ടിയെല്ലാം കണ്ടെല്ലാം അന്വേഷിച്ച് മാപ്പൊക്കെ കണ്ടാണ്. പേര് ചോദിക്കാം. आपका नाम? मेरा नाम सिलिंग. कहाँ से? मैं लाचेन से. आपका नाम? सोनम. कहाँ से? लाचुंग. आप? मेरा नाम पालदेव. मैं लाचुंग से. सब लोग लाचुंग पे है? अंकल मैं लाचेन का है. फैमिली है? ना लाचुंग 2 जगह है ना ऊपर. हाँ. तो अंकल उधर से हम लोग इधर से. लेकिन अभी हम लोग एक ही है. एक ही है. कहाँ जा रहे हैं अभी गैंगटॉक में. क्या करता है सब लोग? टूरिस्ट चलाता है. ഒരു ഞങ്ങളുടെ വണ്ടി കണ്ടിട്ട് കാണാമെന്നാണ്. ഇനി എങ്ങോട്ടാണ് പോകണേ, ഏത് റൂട്ടാണ് പോകണേ, എന്തോരം ഒരു ഓടിക്കും വണ്ടി, എത്ര കിലോമീറ്റർ ആയി, ബഡ്ജറ്റ്, പൈസ എവിടെ നിന്നാണ്, എന്താണ് ഉദ്ദേശം എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ റോഡ് ബ്ലോക്കാണ്. ഒരു അരമണിക്കൂർ എടുക്കും ഇവിടുന്ന് മുകളിലോട്ട് കയറാനായിട്ട്. അല്ല, ഇത് റോഡ് ബ്ലോക്ക് മാറാനായിട്ടല്ലേ? അവർ ശരിക്കും എവിടെ എത്തി? അവരിപ്പോൾ ഗാങ്ടോക്ക് കഴിഞ്ഞ് പോയി. അവരിടയ്ക്ക് പോലീസ് പിടിച്ചല്ലോ. പിന്നെ ഞങ്ങളുടെ പെർമിറ്റിന്റെ പുറകിൽ അവരെയും കൂടെ എഴുതിയേക്കണം. അത് കാണിച്ചിട്ടും കാര്യമില്ല. അവർ 500 രൂപ മേടിച്ചെന്ന് പറഞ്ഞു. 2500 പറഞ്ഞു. 500 കൊടുത്തു. ആ പുക കാരണം വണ്ടിയുടെ ആ പുക നിങ്ങൾ കണ്ടില്ല. പുക നിങ്ങൾ കാണിച്ചു തരാം. കണ്ടാലേ അതിൻ്റെ പുക മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അവർ രാവിലെ തന്നെ വിട്ടു. 5 മണിയായപ്പോൾ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല വണ്ടികളും എന്നെ മുമ്പ് പോവാണ്. കാരണം ബാക്കി വല്ല വണ്ടികളും കാണാമല്ലോ. അമ്മാരി പുകയാണ്. അതിന് സീനാണ്. എന്തോ പണിയുണ്ട് മെയിനായിട്ട്. താഴത്തോട്ട് മങ്കാനി നേരെ താഴത്തോട്ട് ഇറങ്ങിയത് ഇതേ സൈക്കിളിന് 2 പേര് കഷ്ടപ്പെട്ട് ചവിട്ടി കയറി വരുന്നുണ്ട്. അപ്പോൾ ഒരാൾ നമ്മളൊക്കെ ചിരിച്ചപ്പം അവരെ മീറ്റ് ചെയ്യാം. ബ്രോ आपका नाम? സായിതേജ. कहाँ से? मैं बैंगलोर से. അപ്പോൾ ഒരു ബാംഗ്ലൂരിൽ നിന്നാണ് ഒരാൾ വന്നേക്കണേ. അവിടുന്ന് സൈക്കിൾ ചവിട്ടിയാണ് വന്നേക്കുന്നത്. अब तो कितना डेज हो गया? मेरा 6 months हो गया. 6 months. आपका नाम? हाय, विशाल मेरा नाम है. कहाँ से? मैं प्रॉपर नागपुर महाराष्ट्र से. कितना डेज हो गया? आज मुझे 668 डेज हो गए मेरे जर्नी को. 668 ദിവസമായി. പുള്ളിക്ക് आप केरला है ना? मैं केरला में लगभग 4 months में केरला में एक्सप्लोर कर रहा था. ओके. लगभग सब केरला का हर एक डिस्ट्रिक्ट, पलक्कड और मुन्नार के सब कवर किया. ओके. बैंगलोर कहाँ से? मैं बैंगलोर जालहल्ली. ओके. എന്നോട് ബ്രദർ വന്ന് ഇന്ദിരാനഗറിലാണ്. इंदिरानगर. ओके. अभी तो दुबई जाएगा. दुबई. ओके. മലയാളം കുറച്ച് മലയാളം അറിയാം. എങ്ങനെയുണ്ടായിരുന്നു? how was the trip actually? Amazing. Yeah, excellent. So best experience. This is the best experience right now. This moment I enjoy every moment. Okay. Enjoy every moment. Okay. It was nice meeting you all guys. Actually मैं कन्याकुमारी गया था ना. वहाँ से I wanted to go to Kerala. But at that time a lot of landslides were happening. Okay. So I couldn't go there. It was cyclone and all. So I came to towards Rameshwaram. Okay. Luggage ഇത്ര luggage ആണ് എടുക്കുക? Bags, where are your bag? Another luggage? I had one more bag. Like cylinder and everything. I left it in Gangtok. So you cook also? Yeah, I self cook. Rooms लेंगे और budget traveling है? टेंट डाल के ना? टेंट सब टेंट है ना? अभी तक रूम नहीं लिया. एक दिन भी रूम नहीं लिया. यूट्यूब चैनल है? यूट्यूब है सन्यासी ऑन सवारी. ओके. दैट यूट्यूब चैनल है रहा. बट अभी थोड़ा कैमरा खराब हो गया तो वीडियो नहीं बना रहा हूँ. आप कहाँ से मीट हो गया? बोथ गैंगटॉक से. ओके. MG मार्ग. So you are coming alone, right? Solo है ना? Solo. Okay. ഇതാട്ടോ സൈക്കിള്.
കുറച്ച് ലഗേജ് കൂടി ഉണ്ടായിരുന്നു, അതൊക്കെ ഗാങ്ടോക്കിൽ ഊരി വെച്ച്. ഇനിയിപ്പോൾ അപ്പിൽ അങ്ങോട്ട് രണ്ടുപേരും ഗാങ്ടോക്കിലേക്ക് ഊരി വെച്ചിട്ടാണ് പോകുന്നേക്കുന്നത്. ഇതാണ് ഒരാളുടെ ഐ ഡി, വിശാൽ ഷാഡ്. 2 പേരുടെ ഇതാണ് 28 states on bicycle. अब तो कितने states कवर हो गया? मेरा 5 हो गया. 5 तमिलनाडु, आंध्रा, उड़ीसा, वेस्ट बंगाल, अब सिक्किम. या ओके बिहार भी गया था लेकिन प्लेसेस कवर नहीं किया, जस्ट क्रॉस करके आया. या ओके. अच्छा एक्सपीरियंस है सिक्किम में? नाइस. ओह सिक्किम बहुत अच्छा लगा मेरे को. ओके ओके ब्रो, राइट से. आप सभी केरला में मिलेंगे. या ओके, राइट से. When I come to Kerala, I'll contact you. या surely call us. Yeah, definitely. അപ്പോൾ ഞങ്ങളിത് ഗാങ്ടോക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നൈസായിട്ട് പെട്രോൾ അടിക്കാൻ സൈഡിലോട്ട് ഒതുക്കിയാണ്. ഒതുക്കി കഴിഞ്ഞപ്പോൾ നമ്മളെ കണ്ട് വേറൊരു കേരള വണ്ടി ഇവിടെ നൈസായിട്ട് കൊണ്ട് ബൈക്ക് ഒതുക്കി. അതോടൊപ്പം വേറെ 2 സൈക്കിളിൽ വന്നവരെ ഞാൻ കണ്ടായിരുന്നു. അപ്പം അവരോടും വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും മലയാളികൾ. അപ്പോൾ അവരാരും പരിചയപ്പെടുത്താം. ചേട്ടൻ്റെ പേര് കിരൺ അല്ലേ? ഈ വണ്ടി ഞങ്ങളുടെ വണ്ടി കണ്ടിട്ട് തിരിച്ചല്ലേ ചേട്ടായി? നാട്ടിലെവിടെയാണ്? നാട്ടിലെ വടകര അല്ലേ? പുള്ളിക്കാരി ഇവിടെ തന്നെ അല്ലേ? ചേട്ടാ ഇവിടെ എന്നാണ് പരിപാടി? എനിക്ക് ഒരു ഓർഗാനിക്കിന്റെ കമ്പനി ഉണ്ട് ഇവിടെ. മാസ്ക് അധികം ഒരു ഓർഗാനിക് സ്റ്റാർട്ടപ്പ് ഉണ്ട് ഇവിടെ സിക്കിമിന്റെ അകത്ത് തന്നെ. സിക്കിമിനകത്ത് ഓൾമോസ്റ്റ് 6 years ആയി ഇവിടെ. 6 കൊല്ലമായല്ലേ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇവരെ കണ്ടാലും ശ്രദ്ധിച്ചാൽ 2 സൈക്കിളും ശ്രദ്ധിച്ചായിരുന്നു. പക്ഷേ ഇവരോട് ഒന്ന് വർത്താനം പറഞ്ഞത് ഇവരും മലയാളികൾ. അപ്പം പേര് അവർ പറഞ്ഞായിരുന്നു 2 മലയാളികൾ താഴെ ഉണ്ട്, ഗാങ്ടോക്കിലുണ്ടെന്ന് പറഞ്ഞാൽ 2 പേര് കയറി പോയായിരുന്നു. എന്നെ സായി അവർ പറഞ്ഞായിരുന്നു. അവനെ കണ്ടിട്ട്. അപ്പോൾ പേര് അജ്മൽ. അജ്മൽ. നാട്ടിൽ പാലക്കാട്. സാനിഷ് പാലക്കാട് തന്നെ. ഇപ്പൊ എത്ര ദിവസമായി നാട്ടിൽ വന്നിട്ട്? 4 മാസമായി. 4 മാസമല്ലേ? പ്ലാൻസ് എങ്ങനെയാണ്? ഓൾ ഇന്ത്യ ആണോ? പിന്നെ ശരിക്കും ഞങ്ങളെ പ്ലാൻ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, തായ്ലൻഡ്, കംബോഡിയ. ഡ്രോപ്പ് ചെയ്തോ? ബോർഡർ ഓപ്പൺ അല്ല. ഭൂട്ടാൻ എന്തായാലും ഓപ്പൺ അല്ല. മ്യാൻമർ സീനാണ്. ആ ഓക്കെ. ഇന്ത്യ നേപ്പാൾ ആണ് ഇപ്പത്തെ. ഇത് ഓപ്പൺ ആയിരുന്നു നിങ്ങൾക്ക് ഇവിടെ പോകാം. പക്ഷെ അത് മണിപ്പൂരിനകത്ത് നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. ഓക്കെ ഓക്കെ. നല്ല സീനാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് സിക്കിം കയറിയിട്ട്? ഇപ്പൊ എന്നാ സിക്കിം കയറി? സിക്കിം ഇന്നലെ ബോർഡർ ക്രോസ് ചെയ്തല്ലേ? ഏത് റൂട്ടാ വന്നേ? ഞങ്ങള് ഡാർജിലിംഗിൽ നിന്ന്. ഏത് റൂട്ടാണ്? എത്ര ഷീറ്റ് കവർ ചെയ്തു ശരിക്കും? ഡാർജിലിംഗിൽ നിന്ന് വീണ്ടും സിലിഗുരി പോയി റിപ്പയർ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഡാർജിലിംഗിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ഇറങ്ങാന്നാ വിചാരിച്ചേ. ഗിയർ പണിയായി. എങ്ങനെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുവാണ്? എങ്ങനെയാണ് ഉണ്ടാക്കുമല്ലേ? ടെന്റ് തന്നെ ഞങ്ങളുടെ ഉണ്ട്. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി ടെന്റ് അടിച്ചാൽ പോണേ. പണി കിട്ടി. ഇപ്പോൾ വണ്ടി കണ്ട മറിഞ്ഞ അടിയുന്നേ. അതായിട്ട് നടുവ് സീനായി. എന്തായാലും ഞങ്ങൾ കുറച്ച് ടോക്ക് കേട്ടെ. അപ്പോൾ നമുക്ക് ഇനി പയ്യെ ഇവിടെ നേരെ സിലിഗുരി പിടിക്കണം. സിലിഗുരി ഒരു 6 മണിയാകുമ്പോൾ എത്താമെന്നുള്ള പ്ലാൻസാണ് ഇരിക്കണേ. അപ്പോൾ ഇവരെ വണ്ടിയിൽ നിന്ന് എസ് കാണിച്ചു തരാം. അവിടെ 2 പേരെ സൈക്കിള്. അപ്പോൾ ഇവരോട് ഒരു റഷ്യയിൽ നിന്ന് വന്ന ഒരാൾ കൂടെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞാൽ പുള്ളി ഇപ്പോൾ സൈക്കിളായിട്ട് മുകളിലോട്ട് പോയി. പുള്ളി സാധാ സൈക്കിളല്ലേ ഏട്ടേ? ഇതായിട്ട് ആള്. നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. ഓക്കെ. So what's your name? Bava. So where are you from? Russia. So when did you reach India? January. Yes. Okay. And he is also started from Kerala. Kerala start ചെയ്തു. സൈക്കിൾ കേരളത്തിൽ വാങ്ങിയിട്ട് Kerala, Karnataka, Goa. Okay. So you bought the cycle from Kerala? Oh yeah. Yeah. Okay. So how's Kerala? Oh, amazing. Amazing. Beach. So when did you reach Kerala? I mean, in how much days were in Kerala? Maybe 1 month. 1 month. Yeah. Okay. But I didn't see much. Maybe next time I come to visit guys. Okay. So what's your plan? From here to North India, North East. Yeah. Sikkim. Okay. Nice meeting you. Yeah. Safe journey. All the best. അപ്പോൾ കേസ് നമ്മളിപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പിലാണ്. നമ്മുടെ സിലിഗുരിയുള്ള വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ നമ്മുടെ കാട്ടാളിൻ്റെ വണ്ടിക്ക് കുറച്ച് പണി വന്നു. അപ്പോൾ എഞ്ചിൻ്റെ കുറച്ച് പണികളുണ്ട്. അതെല്ലാം ഒന്ന് റെഡിയാക്കി വണ്ടി ഒന്ന് കുട്ടപ്പനായിട്ട് ഇനി ഇറക്കാനുള്ള സ്കീനിലായിരിക്കുന്നത്. അതായത് നമ്മൾ അവിടുന്ന് പുക വണ്ടി, അതായത് മറ്റേ പറക്കുന്നതിലെ പുക വന്ന പോലെ അവിടുന്ന് അതൊക്കെ മേലെയാണ്. നമ്മുടെ യുങ്തങ് വാലിന്ന് വെച്ച് വണ്ടി സ്റ്റക്കായതാണ്. അവിടുന്ന് വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് വന്ന് കുറേ സംഭവങ്ങളുണ്ടായി. അത് കഴിഞ്ഞിട്ട് ചുങ്താങ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഓടിച്ചോണ്ട് വന്നത്. തിരിച്ചു വന്നപ്പോൾ ഒരു കൊതുകുതിരി കൊതുകിനെ ഓടിക്കണ കൊണ്ട് പോകുകയായിരുന്നു. ഫുള്ളായിട്ട് വണ്ടിയുടെ ബാക്കി നിറച്ച് പുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഒരു വിധത്തിൽ അങ്ങനെ ഇവർ രാവിലെ ഇവിടെ നിന്ന് 5 മണിക്ക് വന്നിട്ട് 4 മണിയായപ്പോൾ എത്തി. പിന്നെ എവിടെയാണ്ടൊക്കെ നിർത്തിയിട്ടപ്പോൾ കുറേ തെറിയ കേട്ടെന്ന് പറഞ്ഞു. കാരണം അതുപോലെ പുകയായിരുന്നു കേട്ടോ.
ഇനി ഒരു 10-40 രൂപ മുടക്കി വണ്ടി ഇനി പണി ഇറക്കാൻ പോകണം. പണി ഇറക്കി കഴിഞ്ഞാൽ പുലിക്കുറ്റിയാന്ന് പറഞ്ഞാൽ കയ്യാലപ്പുറം വരെ വലിഞ്ഞേറുന്ന പറയണേ. അതുകൊണ്ടാണ് ചെയ്യാൻ പോണം. അപ്പോൾ എഞ്ചിൻ ഫുള്ളും സെറ്റ് ചെയ്തിട്ട് എന്താണ് ഇരിക്കണം. എല്ലാവരും നോമ്പിലായോണ്ട് അവർക്ക് വെള്ളം കുടിക്കാനൊന്നും പറയണ്ട. മൊത്തത്തിൽ അവർ ഭയങ്കര ക്ഷീണമായിട്ട് ഇരിക്കണം എല്ലാവരും. ഒന്നും പറ്റത്തില്ല. സൽമാനൊക്കെ അകത്ത് വീണു. അപ്പോൾ കാട്ടാളിൻ്റെ വണ്ടിക്ക് പണി കിട്ടിയ പോലെ തന്നെ നമ്മുടെ വണ്ടിക്കും ചെറിയ രീതിക്ക് പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ക്യാരിയർ പൊട്ടിപ്പോയി അല്ലേ, ഒരു കട്ടറായോണ്ട്. അതുകൊണ്ടൊന്നുമല്ല, നല്ല സാധനം അടിച്ചത് അതുകൊണ്ടാണ്. നല്ല സാധനമൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ കിടലിനായിട്ടാണ് പണിത് തന്നെ. പക്ഷേ ഈ നമ്മൾ കയറിയ ഫുള്ള് കമ്പ്യൂട്ടർ അടിച്ചത് അതാണ്. ലോക്കൽ കമ്പി. അപ്പം ഈ ഒരു പീസ് ഇവിടെ പൊട്ടിപ്പോന്നു. ഇത് കാട്ടാളിൻ്റെ ഫ്രണ്ടിലെ ബമ്പറാ. ഇത് ഇന്ന് രാവിലെ ട്രെയിൻ വിളിച്ച് ചോദിച്ചപ്പോൾ വളഞ്ഞു പോയി. आपका नाम? सम्राट. कहाँ से? സിലിഗുരി സേ. അപ്പോൾ പുള്ളിയാണ് ഇവിടുത്തെ മെയിൻ വെൽഡറാണ്. പുള്ളിയായിട്ട് നമ്മുടെ ഇതിൽ നിന്ന് വെൽഡ് ചെയ്ത് സ്പോട്ട് ചെയ്യാനല്ലേ മെയിൻ പണിക്കാരൻ. ഇവിടുത്തെ മെയിൻ പണിക്കാരനെ കാണണേ. നമുക്കിത് ഇവിടെ സ്പോട്ട് അടിച്ചാൽ പോലെ നമ്മുടെ സ്പോട്ട് അടിച്ചിട്ട് വേറൊരു പട്ട വെച്ച് വെൽഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പട്ട വെച്ചല്ലേ. കാരണം ഇനി ഒരിക്കലും പോരെ, ഇനി ഒടിഞ്ഞു വന്നാൽ ഇനി സീനാണ്. കാരണം നമ്മൾ അവിടുന്ന് ശരിക്കും ഇവിടെ വരെ എത്തിയിട്ടെന്നല്ലേ ഓർത്ത് ഈ ഒരു പീസ് ചാടി പോകുന്ന പറഞ്ഞു. സൈഡ് മാത്രമേ പൊട്ടിപ്പോകുന്നുള്ളൂ. ഇവിടെ മൊത്തമുണ്ട്. കാട്ടാളിനെ അടിച്ച് നിർത്തിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ന് വെൽഡ് ചെയ്യണം. ഈ ചെറുക്കന് വണ്ടി ഓട്ടാറില്ല, ലൈസൻസും ഇല്ല. വണ്ടി എടുക്കും, കൊണ്ടേ മറിച്ചിടും. അതൊക്കെ തന്നെ അതൊരു കളിയാക്കില്ല. നമ്മളവിടെ വെൽഡ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ രണ്ട് ചെറിയൊരു പട്ട ചെറിയൊരു പീസ് കൂടി വെച്ചിട്ട് വെൽഡ് ചെയ്യാൻ എനിക്ക് ബലം കിട്ടുള്ളൂ. ഇല്ലേ നമ്മൾ വീണ്ടും ഓഫ്റോഡിൽ പോയി കഴിയുമ്പോൾ പിന്നെയും പൊട്ടിപ്പോയി അല്ലേ. സപ്പോർട്ടില്ല, ചെറിയ സപ്പോർട്ടില്ല. ഒന്നാമത്തെ 4 സ്ക്രൂവിലാണ് നിൽക്കുന്നത്. ബാക്കിലേക്ക് സപ്പോർട്ടില്ലാതെ മാത്രം വെയിറ്റ് വരുമ്പോൾ കിടന്നിങ്ങനെ ചാടി കിടക്കും. അതാണ് അതുകൊണ്ട് നേരെ ഒരു പട്ട കൊടുത്ത് ചിലപ്പോൾ അതിലേക്ക് ഒരു സ്കൂട്ട് പറയുന്ന മാതിരിയാണ് എനിക്കും തോന്നിയത്. അതെ അതെ ഞാൻ യോജിക്കുന്നു. നിന്റെ അഭിപ്രായം എന്താണ് അതിന്റെ? ഒന്നുമില്ല. നിങ്ങളില്ലേ മര്യാദക്ക് വണ്ടി ഓടിക്കുമ്പോൾ മര്യാദക്ക് വണ്ടി ഓടിക്കുക. ഉള്ള എന്താണ് കുഴിയിലൊന്നും ചാടിക്കാതിരിക്കുക. നമുക്ക് പച്ച മലയാളത്തിൽ പറയണ്ടേ, കുഴിയിൽ ഒന്നും ചാടിക്കാതിരിക്കുക. അങ്ങനെ മര്യാദക്ക് കൊണ്ടെടുക്കുക. നീ ഇവിടുത്തെ NH10 കണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ NH10ഉം NH12ഉം എല്ലാം ഒരേ മരയാണ്. അതല്ലേ, എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിലുണ്ടല്ലോ മറ്റേ എന്താ പറയാ, അങ്ങനത്തെ റോഡുണ്ടല്ലോ, അത്രയും കുണ്ട് കുഴി ഫുള്ള്. അപ്പൊ നമ്മുടെ ഒരു അഡീഷണൽ ഒരു പട്ടം കൂടി ഇട്ടിട്ട് ഇവിടെ വെൽഡ് ചെയ്തിട്ടുണ്ടല്ലേ. ചെറിയ രണ്ട് പട്ടല്ലേ സപ്പോർട്ടിന് കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും. നേരെ താഴെ കൊടുത്തു കഴിഞ്ഞാൽ വളയില്ലേ, വെള്ളം കൊണ്ട് കൊടുത്താൽ അങ്ങനെ പൊട്ടലുണ്ടാവത്തില്ല. രണ്ട് പട്ടം കൊണ്ട് ഇട്ടോട്ടോ തീർച്ചയായിട്ട് കണ്ടില്ലേ. ചെറിയ പട്ടയില്ലേ ഏട്ടാ. ഇനി പോയി ചൂടാറിട്ട് കഴിഞ്ഞാൽ കയറ്റി പിടിപ്പിച്ചാൽ മാത്രം മതി. സെറ്റാണ്. കറക്റ്റാ കേട്ടോ, കറക്റ്റാ ഹോളാ. ഇതുപോലെ ഭഗവാൻ വേദം പറ്റിയ ആൾക്കാർ പിള്ളേരാണ്. കണ്ടില്ലേ പിള്ളേരുടെ. നേരത്തെ ഞങ്ങൾ കുറച്ചുകൂടി പ്രായമുള്ളവരല്ലേ കണ്ടേ. നേരത്തെ കുറച്ചുകൂടി പ്രായമുള്ളവരാണ് കണ്ടേ. ഇവിടെ ഇപ്പം വന്നപ്പം തീരെ കുഞ്ഞി പിള്ളേരാണ് ഇതുപോലെ ഡാൻസ് കളിക്കാനായിട്ട് തന്നെ. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇവർ ദേവി ഭഗവാന്റെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇല്ലില്ല, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ വേഷം കെട്ടിയിട്ട് അങ്ങനെ എല്ലായിടത്തും ഇതുപോലെ കടകളിൽ കൂടെ എല്ലാം മാറി മാറി ഡാൻസ് ചെയ്യില്ലേ. ഒരാളെ ചെണ്ടോട്ടാൻ കുറേ പിള്ളേരുണ്ട്, 3-4 ഗ്യാങ് ഉണ്ട് കണ്ടില്ല. അപ്പോൾ കാട്ടാളിൻ്റെ വണ്ടിയുടെ എഞ്ചിൻ ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്. ഇപ്പം എന്തോ ചെറിയൊരു വെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ വണ്ടിയുടെ പണി തീരത്തില്ല, നാളത്തേക്കാണ് തീരത്തുള്ളൂ. അപ്പം ഇതാട്ടെ ഈ ഒരു ഇവിടുത്തെ ഒരു മെയിൻ മെക്കാനിക്ക്, ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഗ്യാരേജിൻ്റെ ഓണറല്ലേ, പുള്ളിയുടെ പേര് ജയിക്കുന്നതാണ്. ഈ ഒരു ഗ്യാരേജിൻ്റെ പേരും ജയിക്കുന്നതാണ്. അപ്പോൾ പുള്ളി നമ്മളോട് ഇന്ന് ഈ ഒരു ഗ്യാരേജിനകത്ത് തന്നെ ടെൻ്റ് അടിച്ച് കിടന്നോളം പറഞ്ഞു. ഇവിടെ ഫുഡൊക്കെ ഉണ്ടായിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ പുറകിൽ ബാത്റൂമുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലായിരിക്കും എവിടേക്ക് നമ്മൾ വൈകിട്ട് കിടക്കണേ, ഫുഡ് ഉണ്ടാക്കണേ. അപ്പോൾ എല്ലാം സെറ്റാണ്. അപ്പോൾ നാളെ വൈകുന്നേരത്തേക്കാണ് ഈ ഒരു വണ്ടിയുടെ പണി തീരുള്ളൂ. എഞ്ചിനൊക്കെ ഫുള്ളയച്ച് റീബിൽഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാട്ടാളിൻ്റെ വണ്ടിയിൽ സെറ്റ് ചെയ്യാനുള്ള എഞ്ചിനൊക്കെ അത് ഒരു ട്രക്കൊക്കെ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാട്ടെ എഞ്ചിൻ ഫുള്ളായിട്ട് പണിയൊക്കെ ഏൽപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരിവിടെ അകത്തെന്തോ ഏതാണ്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്.
ആരാ അതിന്റെ പണി കഴിപ്പിച്ചേ? ഞാൻ പോയി ഇടപെട്ടോണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു മൊത്തോ? നിന്റെ ഇടപെടലാണ് മുഴുവൻ? ഇത് എന്താണ് സാധനം? ഇത് ക്ലച്ച് ഡിസ്ക് എന്ന് പറയും. ആണോ? പിന്നെ എന്ത് ആക്സിലേറ്റർ ഒക്കെ എവിടെയാണ്? ആക്സിലേറ്റർ വരുന്നത് പറഞ്ഞ അറിയുന്ന നോക്കട്ടെ. ആക്സിലേറ്റർ ഈ ഭാഗത്തല്ലടാ, അവിടെയാണ്. എവിടെയാടാ? ഓ ഓ ആക്സിലേറ്റർ കേബിൾ കണ്ടില്ലേ? ആക്സിലേറ്റർ കേബിളോ? കണ്ടിട്ടില്ല. അതിന്റെ കാർബറേറ്റർ ഏതാ? കാർബറേറ്ററോ? ഉണ്ട്. ഈ മനുഷ്യനാണ് നമ്മുടെ അവിടുത്തെ മാലിക്കാണ്. ഇങ്ങേര് നമുക്കിന്ന് ഫുള്ള് ഫുഡ്, ഇന്നത്തെ ചിക്കൻ എല്ലാം സ്പോൺസർ ചെയ്യുന്നു. 10 പൈസയാണ് പൈസ ഒന്നല്ല, ഞങ്ങളെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. പുള്ളിയുടെ മനസ്സ് നിറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഫുള്ള് ഫുഡ് സെറ്റാന്ന് പറഞ്ഞു. ഞങ്ങൾ टूरिंग ओ एंजॉय नहीं किया अभी तक। आप एंजॉय कर रहे हैं ना? इतना कमाया 53 उम्र हो गया। 53 വയസ്സായി. ഇതുവരെ ഇത്ര പൈസ ആയിട്ട് 53 വയസ്സായി. ഇന്ന് ഈ ഒരു ഗ്യാരേജിലാണ് ടെൻ്റ് അടിക്കാൻ പോണേ. അപ്പം നമ്മുടെ ഇവിടുത്തെ മെയിൻ ആളില്ല, അതായത് ഇവിടുത്തെ മാലിക്ക് നമുക്കിവിടെ ഇന്ന് ചിക്കനും കാര്യങ്ങളെല്ലാം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സവോള, ഈ കറി വെക്കാനുള്ള എല്ലാ സാധനവും ഇവിടെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എന്താണ് എല്ലാം സെറ്റാണ്. ഇന്നിപ്പോൾ ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, കറി ഉണ്ടാക്കണം. നമ്മൾ ചോറുണ്ടാക്കി അവരെല്ലാം നമ്മളോട് ഫുഡ് കഴിക്കുന്നതാണ് പറഞ്ഞ്. നമ്മളെല്ലാം ഒരുമിച്ചാണ് കഴിക്കുന്നത്. അവരുടെ ഒരു ഗ്യാങ് അവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാം കുറച്ച് പേര് സിക്കിമിൽ നിന്നാണ്. പിന്നെ നമ്മുടെ മാലിക്ക് ഇരിക്കണം. അടിപൊളി മനുഷ്യനാണ്, ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ്. ഇവിടെ ഇന്ന് ഫാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നിങ്ങൾ കിടന്നു എല്ലാം ഓക്കെ ആണ് കേട്ടോ പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മുടെ ഇന്ന് ആരാ കുഞ്ഞുട്ടി, നീ ഫുഡ് ഉണ്ടാക്കണില്ലേ? അത് തന്നെ. ഇപ്പോൾ പിള്ളേരെ അടുത്ത് നീക്ക് അരി വെച്ചോണ്ടിരിക്കുകയാണ്. ഒരു നീക്ക് നമുക്കുള്ള എല്ലാം അരി വെച്ചു. ഇനി അവർക്കൂടിയുള്ള ഫുഡ് നമ്മൾ വെക്കുന്നത്. തക്കാളിയൊക്കെ കഴിക്കുന്ന എല്ലാ കറി എല്ലാം സെറ്റാണ്. ഇന്ന് 2-3 കൂട്ടം കറി നമ്മളെല്ലാം ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മളിന്ന് എല്ലാം ഒരുമിച്ച് കഴിക്കുന്നത്. ഇവിടെ ടേബിൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിൾ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രം ഉള്ളേരിയുണ്ട് ആത്മാർത്ഥമായി പണിയെടുക്കും. ഇവനാണ് ഇന്ന് മുഴുവൻ പണിയെടുത്തേക്കുന്നത് കേട്ടോ. പേര് അൻഷിത്, ഇൻസ്റ്റൈഡി XA PP സാപ്പ്. അത് തന്നെ. എല്ലാവരും ഫോളോ ചെയ്യാൻ വേണ്ടി എന്താണ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും നമ്മൾ ഒരുമിച്ച് കഴിച്ചിട്ട് ഇവിടെ നിന്ന് കിടക്കണം. ബാക്കി കുറച്ച് പണി കൂടി മിച്ചമുണ്ട് നാളെ വണ്ടിയുടെ. ആ ഒരു പണി കൂടി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നേരെ ആസാം റൂട്ട് പോകാൻ. അതായത് നമ്മുടെ വണ്ടി കിടക്കണം ഇവിടെ. അപ്പം ഞങ്ങളിത് മാലിക്കൊക്കെ അവർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അവരെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. अच्छा है, बहुत बढ़िया। जो और केरला आदमी भी बहुत बढ़िया। एक इसमें क्या है, मेरा एक दोस्त है केरलाई जो दुबई में हम काम किया था, वो भी बहुत बढ़िया। इसमें टेस्ट है। और नारियल का तेल है ना, उसका टेस्ट आ रहा है। और चाहिए एड़ा पुली को चोर उड़ते हैं। टेस्टी डोसा है ना, कोई नहीं, ये टेस्ट नहीं आने चाहिए। मेरे को टेस्टी डोसा है। बहुत टेस्ट। നമ്മുടെ നാട്ടിലൊക്കെ തേങ്ങയുടെ എണ്ണയും വെളിച്ചെണ്ണ थोड़ा फर्स्ट हम केरला का खाना खा रहा है। बहुत अच्छा। जो अभी लड़का लोग खाना बना रहा है, ये तो अभी लड़की लोग ने बनाया ना, मम्मी ने बनाया ना। मम्मी बनाने से और टेस्ट होता रहा। നമ്മളിപ്പോ ഉണ്ടാക്കിയിട്ടാണ് ഇത്ര ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ വീട്ടിലെ അമ്മമാരുണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെ ടേസ്റ്റ് കഴിക്കണം. കുറച്ച് ചാറ് കൊടുക്കാം. जिलेबी वो बहुत टेस्ट हमको लगा, लेकिन आज फर्स्ट केरला खाना खाया आज। കഴിക്കട്ടെ. और केरलन भाई आपको कैसे आप केरला आदमी है ना? इस आज फर्स्ट हमको खाना बना के खिलाया, बहुत अच्छा लगा। केरलन भाई कैसे लगा? केरलन लड़का लोग बहुत अच्छा लगा। ओ आप भी अच्छा है. वो जो है ना, वो जो खाना बनाता है बहुत बढ़िया है. आप भी बहुत बढ़िया है. खाना बनाया उसको तो एकदम ऐसे देगा. പൊളി. രാത്രി 12 മണിയായത് നമ്മുടെ JK വൈ അതെ ഞങ്ങൾക്ക് കുടിക്കാനുള്ളത് റൂട്ടിലേക്ക് ആയിട്ട് വന്നേക്കോ കേട്ടോ. രാവിലെ അല്ലേ? बोलने नहीं सकता था, लेकिन आसाम से घूम के आया ना, सब मेरे से भेंट करने लगे। उसके बाद तुम जाना है कहाँ? केरला जाना है? ആ ഞങ്ങളോർത്ത് ഈ ഇത്ര നേരമായിട്ട് പുള്ളി വയറിലെന്നാട്ടോ ഓർത്തെ. मैं एक ट्रिप करके आया गैंगटॉक। ആ गैंगटॉक एक ट्रिप फर्स्ट ट्रिप करके आया, फिर दूसरे ट्रिप आज
ഈ ഒരു മനുഷ്യൻ ഇനി തിരിച്ച് നമ്മൾ വരുമ്പം അതായത് നോർത്ത് ഈസ്റ്റ് ഫുള്ള് കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ വർക്ക്ഷോപ്പിലോട്ട് വന്നെന്ന് പറയും. നമ്മൾ അവിടെ ഒരു ദിവസം കിടക്കണം, ഫുഡെല്ലാം ഉണ്ടാക്കണം, എല്ലാം ഭയങ്കര സ്നേഹമായിട്ട് ഈ ഒരു മനുഷ്യന്. ഒരു രക്ഷയില്ലാത്ത ആൾക്കാരാണ്. പിന്നെ ഒത്തിരി പേര് നമ്മൾ ഈ ഒരു ട്രാവലിങ്ങിനിടയ്ക്ക് മീറ്റ് ചെയ്യുന്നുണ്ട്.